ഹലോ ഫ്രണ്ട്സ്, കൂണ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് മഞ്ഞൾ വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കണം. അതാണ് പരിപാടി. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ കൊണ്ട് ഞാൻ കൂൺ ഫ്രൈ ആക്കുന്നതാണ്. അപ്പോൾ ഇതാ മഞ്ഞൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തിടുന്നതാണ്. നല്ല വൃത്തിയിൽ കഴുകി നമുക്കിതിനെ തക്കാളി ഉള്ളി എല്ലാം ചേർത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നല്ല അടിപൊളി ഒരു കൂൺ റോസ്റ്റാക്കാം. അപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതങ്ങനെ നിൽക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്കതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് റോസ്റ്റാക്കുന്ന കാണാം. അപ്പം നമ്മളെ കൂണെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ തോതിൽ ഞാനെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ക്യാപ്സിക്കം, മല്ലിയില, ഇത്രയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം നമ്മളെ കൂൺ റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചു, പാന് വെച്ചു. അപ്പോൾ പാന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ പാന് കാഞ്ഞു, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചു. വെളിച്ചെണ്ണ കാഞ്ഞു വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് കുഞ്ഞുള്ളി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ആവട്ടെ. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിലാവും. സിമ്മിലാക്കിയിട്ട് നമുക്കടി അടച്ച് വെക്കാം. ഓക്കെ, അതാടുന്നാവട്ടെ. അപ്പം നമ്മളെ ഉള്ളി എന്തായി നോക്കാലോ. ഉള്ളി ഇതാ നല്ലവണ്ണം വഴന്ന് വന്നു. അപ്പം ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വേഗം വഴന്ന് കിട്ടും. വെള്ളം ഒഴിക്കണ്ട, ഒന്നും വേണ്ട ഗൈസ്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ തക്കാളിയെ ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം അടുത്തോട്ട് വെച്ച് ഞാനിതും അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചു. അപ്പോൾ അതും ഒന്ന് ആവട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ എൻ്റെ കൂണിന് മസാലകളെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഇതുമല്ലേ വേണ്ടു ഇതിലേക്ക്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മളെ ക്യാപ്സിക്കം തക്കാളിയെല്ലാം എന്തായി. എല്ലാവരും ഒന്ന് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന മസാലകളും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് അടച്ചു വെക്കാം. ഇതിലേക്കുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ആവശ്യത്തിന് ഇതിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി, കൂണിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മാത്രം വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മുളക് പൊടി, ഒരുപാട് എരിവ് ആക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടല്ലോ. പിന്നെ കുറച്ച് മസാലപ്പൊടി, മസാല, ഇനി കുറച്ച് മല്ലിപ്പൊടി, നമ്മൾ കുറച്ച് മസാലപ്പൊടി അല്ല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഗൈസ്. ഇനി കുറച്ച് മല്ലിപ്പൊടി. അപ്പം എല്ലാം ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് അതെല്ലാം അടച്ചു വെക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് മഴേൻ്റെ ഒച്ച കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്നറിയില്ലേ. നല്ല മഴയാണ്, രാവിലെ മുതലേ മഴയാണ് ഇവിടെ. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ഞാനിനി കൂണും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂണും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ കൂണിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം ക്യാപ്സിക്കത്തിൻ്റെ അകത്തുനിന്നുള്ള സവാളയിൽ നിന്നുള്ള എല്ലാത്തിൻ്റെ അകത്തുനിന്നുള്ള ഇതുകൊണ്ടാണ്. അടച്ചു വെക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തായെന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മളെ റോസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഗൈസ്. വാവ്, സൂപ്പർ കൂൺ റോസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കുരുമുളക് പൊടി എടുക്കട്ടെ. കുറച്ച് മതിയേ, ഒരുപാടൊന്നും ഇടുന്നില്ല ഞാൻ. കുറച്ച് കുരുമുളക് പൊടി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇടുന്ന കണ്ടിട്ടില്ലേ. ഇനി നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. അപ്പം എന്നിട്ടൊന്ന് ഞാനിതൊന്ന് റെഡിയായിട്ടൊന്ന് ഇളക്കട്ടെ. ഉപ്പൊക്കെ നോക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഉപ്പെല്ലാം പാകം. അപ്പോൾ ഇനി ഉപ്പും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ കൂൺ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ ഗൈസ്, ഞാനിതാ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. നമ്മളെ കൂൺ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. ബൈ.